ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു പഴയ ടേബിൾ, പഴയതെന്ന് പറഞ്ഞാൽ ഒരു 10-30 കൊല്ലമെങ്കിലും പഴക്കമുള്ളൊരു ടേബിൾ വീട്ടിലുണ്ടായിരുന്നു. അത് യൂസ് ചെയ്യുന്നതാണ്, ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ടേബിളാണ്. കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ പഴക്കമൊക്കെ, അതിൻ്റെ കീയൊക്കെ ഇടുന്ന സ്ഥലമൊക്കെ, ചാവിടുന്ന സ്ഥലമൊക്കെ കേടായിട്ടുണ്ട്. അപ്പം ഇതിപ്പോൾ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ വിചാരിച്ചു അന്ന് പെയിൻ്റ് അടിക്കുക, ഒന്ന് ട്രാൻസ്ഫോം ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് പെയിൻറ്റൊക്കെ വാങ്ങി. എനിക്ക് എന്ത് പെയിൻ്റ് അടിക്കണം, പെയിൻറ്റിൽ എന്ത് മിക്സ് ചെയ്യണം എന്നൊന്നും അറിയില്ല. കാരണം നോർമൽ പെയിൻറ്റിങ് ചെയ്യാൻ ആക്രിലിക്കൊക്കെ ചെയ്യലുണ്ട് എന്നല്ലാതെ ഒരു മേശ അല്ലെങ്കിൽ ചുമരുമലൊന്നും ഞാൻ അങ്ങനെ അടിക്കാറില്ല. അതുകൊണ്ട് ഞാൻ ഷോപ്പിൽ പോയിട്ട് ഞാൻ ഒരു മരത്തിൻ്റെ മുകളിൽ അടിക്കാനുള്ള പെയിൻറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ സാധനങ്ങളാണ് ഞാൻ വാങ്ങി. ഈ ടെർപ്പൻ്റ് എന്ന് പറഞ്ഞ സാധനം അതിൻ്റെ ഒപ്പം മിക്സ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കതൊന്നും അറിയില്ലായിരുന്നു, അതവർ പറഞ്ഞതിൽ ഞാൻ വാങ്ങിയതാണ്. പിന്നെ ഒരു സാൻഡ് പേപ്പറും ബ്രഷും ഞാൻ വിചാരിച്ചിരുന്നു, അതും വാങ്ങി. അപ്പം ഞാൻ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ടേബിൾ താഴത്തായിരുന്നുള്ളത്, അത് മുകളിലേക്ക് ഞാൻ കയറ്റി വെച്ചിട്ട് ഞാൻ നല്ലോണം ഒന്ന് ആദ്യം സാൻഡ് പേപ്പർ യൂസ് ചെയ്തൊന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് സാധനങ്ങൾ അതിൻ്റെ മുകളിൽ നിങ്ങൾ നോക്കിയാൽ തന്നെ കാണാം, ഒരുപാട് ഡസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പോക്കി ഒന്ന് ഫ്രഷ് ആക്കി ഒന്ന് പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനത് പെയിൻറ്റ് ചെയ്യാന്നുള്ളതിൻ്റെ ഒന്നാമത്തെ ഉദ്ദേശം അതൊന്ന് വൃത്തിയാക്കുക എന്നുള്ളത് തന്നെയാണ് മെയിൻ ഉദ്ദേശം. അതിനപ്പുറത്ത് രണ്ടാമത് എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഹാപ്പിനെസ് ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഹാപ്പിനെസ്സാണത്. ഞാൻ പെയിൻറ്റിങ് ചെയ്യുക, നോർമൽ പെയിൻറ്റിങ് ചെയ്യുക, അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിവൻ യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യാറില്ലെങ്കിലും അല്ലാത്ത സമയത്ത് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യമുള്ളൊരു ഫോട്ടോ ഞാൻ അതിൻ്റെത് എടുത്തു വെക്കും, എന്നിട്ട് അത് കഴിഞ്ഞിട്ടുള്ള ഫോട്ടോ ഞാൻ എടുത്തു വയ്ക്കും. ഇവൻ ഒരു അലമാര നന്നാക്കുകയാണെങ്കിൽ പോലും ഞാൻ ആദ്യം എങ്ങനെയായിരുന്നു എന്നുള്ളത് നെക്സ്റ്റായി നിൽക്കുന്നു, അത് കഴിഞ്ഞിട്ടുള്ളത് ഇട്ടേക്കും. അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ കുറച്ച് സമയം ഞാൻ ആ സാൻഡ് പേപ്പർ അടിക്കുന്ന സൗണ്ട് കേട്ടോട്ടെ വിചാരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ സാൻഡ് പേപ്പറൊക്കെ ചെയ്തു, കുറച്ച് റെഡിയായി. അതിപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പെയിൻറ്റൊക്കെ ഒന്ന് മിക്സ് ചെയ്തതിൻ്റെ അളവോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, ഞാൻ വെറുതെ ആയിട്ട് മിക്സ് ചെയ്തതാണ്. അപ്പം ഞാൻ ചെയ്തപ്പോൾ അതിൻ്റെ റേഷ്യോ കറക്റ്റ് ആയിരിക്കും എന്ന് വിചാരിക്കുക. ഞാൻ ഫസ്റ്റ് കോട്ട് അടിക്കാൻ തുടങ്ങി. ഫസ്റ്റ് കോട്ടൊക്കെ നല്ലതിലടിച്ചു. ഫസ്റ്റ് കോട്ട് അടിക്കുമ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് കിട്ടില്ല. നമ്മൾ ഫസ്റ്റ് കോട്ട് അടിച്ച് അത് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് ഒന്ന് ഉണങ്ങിയതിന് ശേഷം രണ്ടാമത്തെ കോട്ട് അടിക്കണം, എന്നാലേ റെഡിയാകും. കാരണം ഒന്നാമത്തെ കാരണം എന്താ വെച്ചാൽ ഇതൊരുപാട് പഴക്കമുള്ള ടേബിളാണ്, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ 2 കോട്ട് മിനിമം എന്തായാലും അടിക്കണം. ഞാൻ എടുത്ത ആ ക്വാണ്ടിറ്റി കൊണ്ട് തന്നെ എനിക്ക് 2 കോട്ട് അടിക്കാൻ പറ്റി. ഞാൻ ടേബിളിൻ്റെ എല്ലാ സൈഡിലും അടിച്ചു. അതേപോലെ അതിൻ്റെ ആ വലിപ്പില്ലേ, അതിൻ്റെ ഡ്രോയർ, അതിൻ്റെ ഞാൻ ഫ്രണ്ട് സൈഡ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. കാരണം എന്താ വെച്ചാൽ ആ ഒരു സൈഡ് മാത്രമേ നമ്മൾ കാണുമല്ലോ, അപ്പോൾ അത് മാത്രം അടിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇത് ചെയ്യുന്നത് ഉപ്പയമ്മയൊന്നും വീട്ടിലില്ലാത്തൊരു ദിവസമായിരുന്നു. അപ്പോൾ നമുക്ക് അവർ യൂസ് ചെയ്യുന്ന ടേബിളാണ്. അപ്പോൾ ഞാനത് അവരില്ലാത്തൊരു ദിവസം എടുത്തു ഞാനിത് ചെയ്ത് വെച്ചാണ് അവർക്ക് കാണുമ്പോൾ ഒരു സർപ്രൈസ് ആവുകയും ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിതൊക്കെ പെയിൻറ്റ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു അന്ന് എന്താണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഈവൻ പെയിൻറ്റിങ് ആണെങ്കിലും എന്താണെങ്കിലും ഒരു മടക്കി വെക്കുന്ന കാര്യമാണെങ്കിലും നമ്മൾ എൻജോയ് ചെയ്ത് ചെയ്യാം. ഞാനിപ്പോൾ ഈ ഒരു കാര്യം ചെയ്യുന്നത് വളരെ എൻജോയ് ചെയ്തിട്ടാണ്. അതുപോലെ നിങ്ങളും ഓരോ കാര്യങ്ങൾ എൻജോയ് ചെയ്ത് ചെയ്യാം. ഈവൻ എനിക്ക് യൂട്യൂബിൽ സാധാ നോർമൽ വീഡിയോസിന് അധികം വ്യൂസ് ഇല്ല, പക്ഷേ ഞാൻ ചെയ്യാറുണ്ട്. ഒരാളോ രണ്ടാളോ കാണുന്നത് വെച്ചാൽ ഞാനത് വെക്കാറുണ്ട്. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ്, അല്ലാതെ അത് എത്ര ആൾ കണ്ടില്ല എന്ന് വിചാരിച്ച് നമ്മളത് ഒഴിവാക്കി പോകണമെന്നൊന്നുമില്ല. അപ്പം ഞാനത് ചെയ്യാറുണ്ട്. ഇന്നല്ലേ നാളെ ഏതെങ്കിലും വീഡിയോസൊക്കെ ആരെങ്കിലുമൊക്കെ കണ്ട് വ്യൂസൊക്കെ കൂടുമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ അതിൽ നിന്ന് ഒരു ഹാപ്പിനെസ് കണ്ടെത്തുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാനത് ചെയ്യുന്നത്. അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ റെസ്പോൺസ് കുറവാണെങ്കിലും അതിൻ്റെ ഔട്ട്പുട്ട് ഒരുപാട് നല്ലതൊന്നും ആവണമെന്നില്ല. വെരി പെർഫെക്റ്റായിട്ട് ഇപ്പോൾ ആരും ഒന്നും ചെയ്യണമെന്നില്ല. അപ്പം പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ബ്യൂട്ടി ബ്ലോഗേഴ്സൊക്കെ പറയുമ്പോൾ നമ്മൾ ഫേസൊക്കെ എന്താ പാമ്പർ ചെയ്യുമ്പോൾ ഒക്കെ മാത്രമല്ല, നമുക്ക് ഇങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നല്ല ഇതുണ്ടാവും. താങ്ക് യു സോ മച്ച്.